ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വർഷം അവസാനം, അതായത് ഡിസംബർ 2024 ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVs ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ചില വണ്ടികളിലേക്ക് സെയിൽ കുറഞ്ഞു, പക്ഷേ ചിലതിൻ്റെ സെയിൽ കൂടിയിട്ടുണ്ട്. എന്തായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഈ വണ്ടി ഇതിന് മുന്നേ അത്യാവശ്യം നല്ല സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ മാസം 7093 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ നോർമൽ സെയിൽ എന്ന് പറയുന്നത് 9000 to 10,000 ആ റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം കുറച്ചധികം താഴത്തോട്ട് പോയി. ബട്ട് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഡിസംബറിൽ ഇതിൻ്റെ സെയിൽ കുറവാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തന്നെ പറയാം. 6988 വാഹനങ്ങൾ സെയിൽ മാത്രമേ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതിന് ലഭിച്ചിട്ടുള്ളൂ, അതായത് 23-ല്. സോ ഡിഫറൻസ് വരെ 105 വാഹനങ്ങളുടെയും 1.5% ഗ്രോത്ത് റേറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ഗ്രോത്താണ്, പക്ഷെ എന്നാലും വളരെ മിനിമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ളൂ. പിന്നെ ചില മാസങ്ങളിലൊക്കെ ഇതിൻ്റെ സെയിൽ 12,000 മുകളിലും പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ലെറ്റ് ഡൗൺ തോന്നുന്നത്. പക്ഷേ വർഷാവസാനം ആയതുകൊണ്ടാവാം ഈ വർഷം വീണ്ടും സെയിൽ കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ഓൺലൈനായിട്ട് തന്നെ അറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഇൻഫർമേഷൻ എടുക്കുക, പൊല്യൂഷൻ ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആപ്പ് നമുക്ക് പരിചയപ്പെടാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മഹീന്ദ്രയുടെ XUV 700 ആണ്. ഈ വണ്ടിക്ക് കഴിഞ്ഞ മാസം പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം സെയിൽ കിട്ടി. ഇതിൻ്റെ സെഗ്മെൻറ്റും പ്രൈസ് പോയിൻ്റും ഒക്കെ വെച്ച് നോക്കുമ്പം 7337 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. പക്ഷേ 2023 ഡിസംബറിൽ ജസ്റ്റ് 5881 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1456 വാഹനങ്ങളുടെ വ്യത്യാസവും 24.76% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് പെർസെൻറ്റേജ് തന്നെയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുമ്പോൾ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കഴിഞ്ഞ വർഷം ചില മാസങ്ങൾ നോക്കുകയാണെങ്കിൽ 9,000 10,000 വരെയൊക്കെ ഇതിന് സെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ കുറച്ച് മോശമായിട്ട് ചിലപ്പോൾ കഴിഞ്ഞ മാസം സെയിൽ തോന്നും. പക്ഷെ എന്നാലും ഒരിക്കലും ഇതൊരു വളരെ മോശം സെയിൽസ് ഫിയറായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ തന്നെ പ്രീവിയസ് സെയിൽസ് കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. ഇൻഫാക്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും കൂടുതൽ വിറ്റ് പോകുന്ന വേറൊരു വണ്ടിയില്ല. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണെങ്കിലും മഹീന്ദ്രയുടെ തന്നെയാണ്, താർ റോക്സ് ആണ്. പൊതുവെ SUVകളുടെ ലിസ്റ്റ് നോക്കുമ്പം മാരുതി സുസുക്കി ഒരിത്തിരി സൈഡായിട്ട് അവിടെ മഹീന്ദ്ര കയറി പിടിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ മാസം സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ താറും അതുപോലെ താർ റോക്സ് 3 ഡോറും 5 ഡോറും രണ്ടിനും കമ്പൈൻഡ് സെയിലാണ് അവർ പുറത്തു വിടുന്നത്. ഇതിന് രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 7659 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2023 ഡിസംബറിൻ്റെ സെയിലുണ്ട്, പക്ഷേ അത് താർ 3 ഡോറിന് മാത്രമേ ഉള്ളൂ, കമ്പൈൻഡ് സെയിലല്ല. അതുകൊണ്ട് തന്നെ അതിന് 5793 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുള്ളൂ. 1866 വാഹനങ്ങളുടെ വ്യത്യാസം 32.21% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിലെടുക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടികളും കൂടിയാണ് ഈ താർ സീരീസിനുണ്ടല്ലോ വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിന് മുന്നത്തെ സെയിൽ നോക്കുകയാണെങ്കിൽ ഇതിനും 8,000 10,000 ഇടയിലൊക്കെ സെയിൽ വരാറുള്ളതാണ്. സോ കഴിഞ്ഞ മാസം മാത്രമാണ് ഇത്തിരി താഴത്തോട്ട് പോയത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 10,265 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 23 ഡിസംബറിൽ 10,383 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 118 വാഹനങ്ങളുടെ വ്യത്യാസം 1.14% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഈ ലിസ്റ്റിൽ ആകെപ്പാടെ 2 വാഹനങ്ങൾക്ക് മാത്രമേ ഇയർ ഓൺ ഇയറിൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി വെന്യൂ ആണ്. പക്ഷേ എന്നാലും വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡീഗ്രോത്ത് ആണ്. നമ്മളങ്ങനെ വലിയൊരു സംഭവമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ് സെയിൽ എന്നും പറയാം. എഗെയിൻ വർഷാവസാനം ആയതിൻ്റെ ചെറിയൊരു ഡിക്ലൈൻ കാണാം. പക്ഷേ ഒരുപാട് ഡിക്ലൈൻ മന്ത് ഓൺ മന്തിൽ ഈ വണ്ടിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 10,000 to 12,000 ഇടയിലാണ് പൊതുവെ ഒരു വെന്യൂ വിൽക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പം നമുക്കങ്ങനെ കുറ്റം പറയാൻ മാത്രമുള്ള സെയിലൊന്നുമല്ല ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇനി അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഡിക്ലൈൻ ഉണ്ട്. കഴിഞ്ഞ മാസം 10,752 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ വലിയ ഡിക്ലൈൻ ഒന്നുമില്ല. പക്ഷേ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിൽ മിക്ക മാസങ്ങളും 12,000 മുകളിൽ ഇതിന് സെയിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ചില മാസങ്ങൾ 14,000 to 15,000 വരെയൊക്കെ സെയിൽ പോകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം 10,000 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഡിസംബർ 2023 നോക്കുകയാണെങ്കിൽ 9,692 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ആ
സമയത്ത് കിട്ടിയിരുന്നത്. സോ 1060 വാഹനങ്ങളുടെ വ്യത്യാസം 10.94% ഗ്രോത്ത് റേറ്റുമാണ് നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഈ മാരുതി സുസുക്കിയുടെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിറ്റുപോകുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നൊരു വണ്ടിയും കൂടിയാണ് ഫ്രോങ്സ്. ഈവൻ ദോ എക്സ്റ്റീരിയർ മാത്രമേ വ്യത്യാസമുള്ളൂ, ഇൻറ്റീരിയർ മൊത്തം ബലെനോ ആണെങ്കിൽ പോലും ആൾക്കാർ നന്നായിട്ട് ഈ ഒരു വാഹനം വാങ്ങുന്നുണ്ട്. അതും ബലെനോയുടെ സെയിം 1.2 ലിറ്റർ എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടി തന്നെയാണ് കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്, അല്ലാതെ ബൂസ്റ്റർ ജെറ്റ് ഒന്നും ആർക്കും വേണ്ട. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ SUV തന്നെയാണ്. ഇത് സ്കോർപിയോനാണ്. സ്കോർപിയോനും ക്ലാസിക്കും രണ്ടും കമ്പൈൻഡ് സെയിലാണ്. ഈ രണ്ട് വാഹനങ്ങൾക്കും കഴിഞ്ഞ മാസം 12,195 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ 2023 11,355 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് ഇവിടെ 840 വാഹനങ്ങളുടെ വ്യത്യാസം 7.4% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഈ പ്രൈസിൽ ഇത്രയും കൂടുതൽ വിറ്റുപോകുന്ന വേറെ വണ്ടികളൊന്നുമില്ല. അവിടെയാണ് മഹീന്ദ്രയുടെ ഏറ്റവും വലിയ വിജയം. മറ്റ് കമ്പനികളൊക്കെ അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV അല്ലെങ്കിൽ സബ് 4 മീറ്റർ വണ്ടികളൊക്കെ ഈ 10,000 ഒക്കെ മുകളിൽ വിൽക്കുന്ന സമയത്ത് മഹീന്ദ്ര അവരുടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൈൻഡ് ഓഫ് അഫോർഡബിൾ ഫുൾ സൈസ് SUVs എന്നാണെങ്കിൽ പറയാം. അങ്ങനത്തെ വണ്ടികളാണ് ഇത്രയൊക്കെ നമ്പേഴ്സിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത്ര ഒരു മാർക്കറ്റ് അവരിവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആൾക്കാർ റെഡിയാണ് മഹീന്ദ്രയ്ക്ക് വേണ്ടി അത്രയും സ്പെൻഡ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ്. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 12,608 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ 2023 കുറവായിരുന്നു, 9,243 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3,365 വാഹനങ്ങളുടെ വ്യത്യാസം 36.41% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. ഇതിനെ പറ്റി ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. അബോവ് 4 മീറ്റർ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ SUVസിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വണ്ടി ഇപ്പോഴും ഇത് തന്നെയാണ്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോണിന് കഴിഞ്ഞ മാസം 13,536 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ 2023 15,284 വാഹനങ്ങളുടെ സെയിലും ലഭിച്ചായിരുന്നു. അതായത് 1,748 വാഹനങ്ങളുടെ വ്യത്യാസം 11.44% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു 2 വണ്ടികൾക്ക് ഉള്ളതെന്ന്. ആ 2 വണ്ടികളിൽ ഉള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ് നെക്സോണിലുള്ളത്. ഈ 2000 വണ്ടികളെടുത്ത് ഡിഫറൻസ് വരിക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2024 മൊത്തം നമ്മൾ നെക്സോണിൻ്റെ സെയിൽ എടുക്കുകയാണെങ്കിൽ വളരെ ഇമ്പ്രസീവ് ഒന്നും അല്ലായിരുന്നു. 12,000 to 13,000 റേഞ്ചിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ആകെപ്പാട് ഒരു മാസം നവംബറിൽ മാത്രമാണ് 15,000 പിന്നെയും തിരിച്ച് കയറിയത്. പക്ഷേ ഡിസംബറിൽ പിന്നെ താഴെ പോയി 13,000 റേഞ്ചിലേക്ക് തന്നെ പോയി. അതിൻ്റെ റീസൺ മറ്റാരുമല്ല, നമ്മുടെ ഈ ലിസ്റ്റിൽ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനമായ പഞ്ച് തന്നെയാണ്. ഇത് നെക്സോണിൻ്റെ സെയിൽ അത്യാവശ്യം നന്നായിട്ട് കാനിബലൈസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാനിബലൈസ് ചെയ്ത് എൽട്രോസിൻ്റെ സെയിലാണ്. പക്ഷേ ടാറ്റയുടെ വണ്ടികൾ തന്നെ അവർ കാനിബലൈസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പഞ്ച് അവർ കഴിഞ്ഞ വർഷം 2024 ചില മാസങ്ങളിൽ 18,000, 19,000, 17,000 റേഞ്ചിലൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇൻഫാക്ട് 2024 നമ്മൾ മൊത്തം സെയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി മാരുതിയുടെ വണ്ടിയൊന്നുമല്ല, പഞ്ചാണ്. ഓക്കെ, കഴിഞ്ഞ 40 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി ഏതെങ്കിലും ഒരു മാരുതി സുസുക്കി ആയിരിക്കും. കഴിഞ്ഞ വർഷം അതല്ല. സോ പഞ്ചിന് കഴിഞ്ഞ മാസം 15,073 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ 2023 13,787 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1,286 വാഹനങ്ങളുടെ വ്യത്യാസം 9.33% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം അതാണ് ബ്രസ. ഇതിപ്പം ടോപ്പ് 10 SUVസിൻ്റെ ലിസ്റ്റിൽ മാത്രമല്ല, നമ്മൾ ഡിസംബർ 2024 വിറ്റുപോയ ടോപ്പ് 10 കാർസ് എടുക്കുകയാണെങ്കിൽ പോലും അതിലും ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി ബ്രസ തന്നെയായിരുന്നു. സോ കഴിഞ്ഞ മാസത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ബ്രസയാണ്. 17,336 വാഹനങ്ങൾ സെയിലാണ് ഇത് 2024 ഡിസംബറിൽ കിട്ടിയത്. 23 ഡിസംബറിൽ 12,844 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 4,492 വാഹനങ്ങളുടെ വ്യത്യാസം 34.97% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വാഹനം ബ്രസ തന്നെയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും നല്ല ചെറിയ ആക്സസറീസ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്രൊഡക്ട്സ് ഓർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അവിടെ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.